ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അതികായന്മാരുടെ അടുക്കളയിൽ വരെ ആഞ്ഞു വീശിയ കൊടുങ്കാറ്റായിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ മാസം ബീഹാറിൽ തൊടുത്തുവിട്ടത്. മണ്ണും വിണ്ണും കടലും വാനവും ഒന്നുപോലെ ചർച്ച ചെയ്ത രാഹുൽ എന്ന ഇന്ത്യയുടെ പുലരി വെട്ടത്തെയാണ്. രാഹുൽ ഗാന്ധി എന്തുദ്ദേശിച്ചുവോ അതിപ്പോൾ കുറിക്കു കൊണ്ടു എന്ന് വേണം കരുതാൻ. NDA സഖ്യത്തെ താങ്ങി നിർത്തിയ പ്രധാന കരിങ്കൽ തൂണുകളായ JDUവിലെ നിതീഷ് കുമാർ, TDPയിലെ ചന്ദ്രബാബു നായിഡു തുടങ്ങിയവരിൽ മുറമുറപ്പ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇതാ കഴിഞ്ഞ ദിവസം ബീഹാറിൽ നിതീഷ് കുമാർ ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും BJP അതിനെ തള്ളുകയും ചെയ്തു. അതിനർത്ഥം നിതീഷിനെ പരസ്യമായി BJP എതിർത്തു എന്നതാണ്. ഇത് നിതീഷിനെ പ്രകോപിതനാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. വരുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA പങ്കാളികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾക്ക് മുന്നോടിയായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയായിരുന്നു നിതീഷ് കുമാർ. രാജ്പൂർ സീറ്റിലേക്കാണ് നിതീഷ് കുമാർ സന്തോഷ് കുമാർ നിരാലയെ പട്ടികജാതി സംവരണ മണ്ഡലമായ രാജ്പൂരിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഇതിൽ കടുത്ത അതൃപ്തിയുമായാണ് BJP പിന്നീട് പ്രതികരിച്ചത്. ഇതോടെ NDA സഖ്യത്തിൽ നിന്നും അടർന്നു മാറുന്ന ഘടകകക്ഷികളിലെ നിരയുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മോദിയുടെ അധികാര കസേരയ്ക്ക് ഇതോടെ വൻ ആഘാതം സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ബീഹാറിലെ LJP രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന പാർട്ടിയാണ്. ഇപ്പോൾ NDA ആയും BJPയുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ഈ പാർട്ടി. ബീഹാറിൽ 243 അംഗ നിയമസഭയിൽ വെറും 20 സീറ്റിൽ LJPയെ ഒതുക്കിയെന്നാണ് ആദ്യം മുതലേ മുറുമുറുപ്പ് ഉണ്ടായിരുന്നത്. ഇതിന് പകരമായി നിയമസഭയിലെ ചീഫ് വിപ്പും LJP നേതാവുമായ അരുൺ ഭാരതി പരസ്യമായി പറഞ്ഞു തങ്ങൾ 243 സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന്. ഇവർക്കുള്ള 5 MPമാരും മോദിക്കെതിരെ തിരിയുകയും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ കേൾക്കുന്ന അഭ്യൂഹങ്ങൾ. അതുപോലെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച ജിതിൻ റാം മാഞ്ചിയാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്. 6 MPമാരാണ് ഇവർക്കുള്ളത്. മാഞ്ചിയുടെ പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നത് വെറും 10 സീറ്റായിരുന്നു. അതിൽ കടുത്ത എതിർപ്പും മാഞ്ചിക്കും മറ്റു നേതാക്കൾക്കുമുണ്ട്. അടുത്തതായി മഹാരാഷ്ട്രയിൽ ഏകനാഥ് ഷിൻഡെയാണ്. ശിവസേന മഹാരാഷ്ട്രയിൽ 8 MPമാരുമായി ജയിച്ച് കയറിയപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകി അവരെ ഒതുക്കുകയും ചെയ്തതിന് പകരം വീട്ടാൻ കാത്തിരിക്കുകയാണ് ഷിൻഡെ. പിന്നെയുള്ളത് ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവാണ്. നായിഡു BJPയുമായുള്ള ചില ധാരണകളിൽ പിന്തുണ കൊടുത്ത് നിൽക്കുകയാണ്. പക്ഷേ പൂർണ്ണമായും BJP പക്ഷക്കാരനല്ല നായിഡു. രാഹുൽ ഗാന്ധിയും നായിഡുവും നിരന്തരം ബന്ധപ്പെടുന്നത് മോദിയുടെ നെഞ്ചിടിപ്പ് വല്ലാതെ വർദ്ധിപ്പിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും ദൂതനായി രേവന്ത് റെഡ്ഡി നിൽക്കുന്നത് മോദിയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുമുണ്ട്. ബീഹാർ തിരഞ്ഞെടുപ്പിന് ശേഷം നായിഡു മോദിയിൽ നിന്നും അകലുമെന്നാണ് അഭ്യൂഹങ്ങൾ ഉയരുന്നത്. യഥാർത്ഥത്തിൽ മോദി സർക്കാർ ഇന്ന് നിലനിൽക്കുന്നത് തന്നെ TDPയുടെ പിന്തുണ കൊണ്ടാണ്. NDAയിൽ ഏറ്റവും വലിയ സഹപങ്കാളിയാണ് ചന്ദ്രബാബു നായിഡു. എന്നാൽ TDPയെ നിയന്ത്രിക്കുന്നത് മകൻ നാരാ ലോകേഷാണ്. മോദിയുടെ ഏറ്റവും വലിയ ഭയവും അതുതന്നെയാണ്. രാഷ്ട്രീയ ചിന്താഗതികൾക്ക് മാറ്റം വരികയും തലമുറകളുടെ വ്യതിയാനം സംഭവിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിൽ മാറി വീശുന്ന രാഷ്ട്രീയ കാറ്റിനൊപ്പം നരേഷ് നിൽക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അത് മോദിയുടെ അധപതനത്തിന് കാരണമാവുകയും ചെയ്യും. മോദിയെ താങ്ങി നിർത്തുന്ന പാർട്ടികൾ ഓരോന്നോരോന്നായി ഊർന്ന് രക്ഷപ്പെടുകയാണ് ഇപ്പോൾ. രാഹുൽ ഗാന്ധി കൃത്യമായും തൊടുത്തുവിട്ട അസ്ത്രങ്ങൾ അത്രയും തറഞ്ഞു കയറി എന്നതുകൊണ്ടാണ് NDA കക്ഷികളിൽ ഈ തീരുമാനങ്ങൾ ഉടലെടുക്കുന്നതും ഇന്ത്യ മുന്നണിയിലേക്ക് പാർട്ടികളിലെ ഒഴുക്ക് സംഭവിക്കുന്നതും. ബീഹാറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് അത് മോദിയുടെ അധികാര കസേരയുടെ തകർച്ചയാണ്. അത് കോൺഗ്രസിൻ്റെ ഉയർച്ചയും ആകുകയാണ്. മോദി അങ്കലാപ്പിലാണ്. അധികാരം കൈവിട്ടു പോകുന്ന അങ്കലാപ്പ്. രാഹുൽ ഗാന്ധി അധികാരത്തിലെത്തിയാൽ നാളെ താൻ നടത്തിയ അഴിമതിയുടെ പരമ്പരകൾ പുറത്തു കൊണ്ടുവരികയും താൻ അഴിക്കുള്ളിൽ അകപ്പെടുകയും ഇന്ത്യൻ ജനം തന്നെ ജനകീയ വിചാരണ നടത്തും എന്നുള്ള മോദിയുടെ ഭയം
മോദിയെ രാഷ്ട്രീയ വനവാസത്തിന് പ്രേരിപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്.